സഖാവ് എന്ന വാക്കിന്റെ ഒറ്റ പര്യായമാണ് മലയാളികൾക്ക് പി കൃഷ്ണപിള്ള. കേവലം 42 വർഷം മാത്രം നീണ്ട ജീവിതം കൊണ്ട് കേരള രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തെ മാറ്റിമറിക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വിത്തിട്ടവരിൽ ഒന്നാംകാരനാണ് പി കൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ 78ാം ചരമവാർഷികമാണ് ഇന്ന്. വൈക്കത്ത് നിന്ന് മെലിഞ്ഞു കൊല്ലുന്ന നീളൻ മുടിയുള്ള ഒരു 16-കാരൻ നടന്നു തുടങ്ങിയപ്പോൾ അതൊരു മാറ്റത്തിൻ്റെ കാറ്റായിരുന്നു. പി കൃഷ്ണപിള്ളയുടെ അസാമാന്യ നേതൃവൈഭവം ഒരു നാടിൻ്റെ ജീവിതക്രമത്തെ നിർണ്ണയിക്കുന്നതാണ് പിന്നെ കണ്ടത്. അച്ഛൻ നാരായണൻ നായരെയും അമ്മ പാർവതിയെയും ചെറുപ്പത്തിൽ തന്നെ നഷ്ടമായ പി കൃഷ്ണപിള്ള ആലപ്പുഴയിൽ കയർ തൊഴിലാളിയായി. പിന്നീട് ഉത്തരേന്ത്യയിലെ ബനാറസിലേക്ക് പോയി 2 വർഷം അവിടെ നിന്ന് ഹിന്ദി പഠിച്ചു. തിരിച്ചെത്തി തൃപ്പൂണിത്തുറയിൽ ഹിന്ദി പ്രചാരകനായി. പക്ഷേ അധികകാലം പ്രചാരകനാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ചുറ്റും കാണുന്ന ദുരിതപൂർണമായ മനുഷ്യജീവിതങ്ങളുടെ കാഴ്ച അദ്ദേഹത്തെ പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകനാക്കി മാറ്റി. കോൺഗ്രസിലൂടെ സോഷ്യലിസ്റ്റ് പാർട്ടിയിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പി കൃഷ്ണപിള്ള എത്തിച്ചേർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തിയതോടെ പി കൃഷ്ണപിള്ള ഒരു കൊടുങ്കാറ്റായി മാറി. നാടിൻ്റെ ഭാഗധേയം നിർണയിച്ച അനവധി സമരങ്ങളിലെ സംഘാടകനായി. 1930 വടകരയിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ബ്രിട്ടീഷ് പോലീസിൻ്റെ ക്രൂരമർദ്ദനം. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായി. ആലപ്പുഴയിലെ കയർ തൊഴിലാളികളെയും കോഴിക്കോട്ടെ കോട്ടൺ മിൽ ഓട്ടു തൊഴിലാളികളെയും സംഘടിപ്പിച്ചു. കണ്ണൂരിൽ ബീഡി നെയ്ത്ത് തൊഴിലാളികളെയും കൂട്ടിയോജിപ്പിച്ചു. എതിരാളികളെ വകഞ്ഞുമാറ്റി മുന്നോട്ട് നീങ്ങാനും അധസ്ഥിത ജനവിഭാഗങ്ങളെ കൂടെ അണിനിരത്താനും അസാമാന്യ വൈഭവമാണ് പി കൃഷ്ണപിള്ള പ്രകടിപ്പിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ക്ഷേത്രമണിയടിച്ചതിന് അതിക്രൂരമായ മർദ്ദനം. 1937 കോഴിക്കോട് രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രൂപ്പിൻ്റെ സെക്രട്ടറിയായി. 1939 പിണറായിയിലെ പാറപ്പുറത്ത് നടന്ന സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ ആദ്യ സെക്രട്ടറിയായത് പി കൃഷ്ണപിള്ളയാണ്. EMSഉം VSഉം നായനാരുമടക്കം ഒട്ടേറെ നേതാക്കളെ കണ്ടെത്തി മികച്ച സംഘാടകരാക്കി വളർത്തിയെടുത്തത് പി കൃഷ്ണപിള്ളയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും ജന്മിത്വത്തിനുമെതിരെ നടന്ന ഐതിഹാസികമായ നിരവധി പോരാട്ടങ്ങളിൽ കൃഷ്ണപിള്ള നേതൃസ്ഥാനം ഏറ്റെടുത്തു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ശക്തമായ രാഷ്ട്രീയ ബോധവും സംഘടനാ സംവിധാനവും അദ്ദേഹം രൂപപ്പെടുത്തി. സഖാവ് എന്ന പദം അതിൻ്റെ എല്ലാ മഹത്വത്തോടെയും മനുഷ്യരൂപമാർജിച്ച വ്യക്തിത്വമായിരുന്നു പി കൃഷ്ണപിള്ളയുടേത്. സഖാക്കളുടെ സഖാവ് എന്ന് വിളിച്ച് ജനങ്ങൾ അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്തുവെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. 1948 ആലപ്പുഴയിൽ ഒളിവ് ജീവിതത്തിനിടെ പാമ്പ് കടിയേറ്റാണ് പി കൃഷ്ണപിള്ള മരിക്കുന്നത്. എന്നെ പാമ്പ് കടിച്ചു, കണ്ണും തലയും ഇരുളുന്നു, വിവരം എല്ലാവരെയും അറിയിക്കുക, സഖാക്കളെ മുന്നോട്ട് എന്ന് പറഞ്ഞാണ് പി കൃഷ്ണപിള്ള കണ്ണടച്ചത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.